ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അതായത് കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം എൻ്റെ വീട്ടിൽ വച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് ഇത് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഇത്തരം ചിത്രങ്ങൾ വീട്ടിൽ വച്ചാൽ എന്നും കലഹമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കൃഷ്ണഭക്തയായിട്ടുള്ള എനിക്ക് ഇത് മാറ്റാനും തോന്നുന്നില്ല. അങ്ങയുടെ ഒരു മറുപടി ഇതിൽ കിട്ടിയാൽ വളരെ സന്തോഷം. നമ്മുടെ നാട്ടിൽ കുറേയധികം തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നതിൽ ഒന്നാണ് കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം വീട്ടിൽ വച്ച് കഴിഞ്ഞാൽ ദോഷം വരിക. അതുപോലെ തന്നെ കൃഷ്ണന് ഓടക്കുഴൽ പാടില്ല, ഇനി കൃഷ്ണന് മയിൽപ്പീലി പാടില്ല എന്നും മറ്റൊക്കെ നിബന്ധനകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാര്യം ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാമല്ലോ. കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം വീട്ടിലിരുന്ന യാതൊരു ദോഷവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യം അവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തമ്മിൽ വഴക്കൂടായിരുന്നാൽ മതി. അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഗുണങ്ങളല്ലാതെ വേറൊരു ദോഷം ഉണ്ടാകുന്നില്ല. കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമെന്ന് പുരാണ ഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ കാണപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരാളുടെ തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതിൽ തുടർന്നായിരിക്കാം ഇത്തരം സംശയങ്ങൾ ഉടലെടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ വഴക്കൂടുന്ന ഒരുപാട് ഗൃഹങ്ങളുണ്ട്. അവിടെയെങ്ങും കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം വച്ചിട്ടല്ല വഴക്കൂടുന്നത്. അവർക്ക് തോന്നൽ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് വഴക്കൂടുന്നു. ഇനി കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം ഇരിക്കുന്ന ഒരുപാട് വീടുകൾ ഞാൻ കാണിച്ചു തരാം. അവിടെയൊന്നും വഴക്കും വക്കാണങ്ങളും ഇല്ലേയും താരം. അപ്പോൾ ഈ വഴക്കുണ്ടാക്കുക എന്ന് പറഞ്ഞ സാഹചര്യവും വിഷയങ്ങളും എല്ലാം ചേർന്നിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം വേണമെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് മാറ്റി വെച്ച് നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ വഴക്കിൻ്റെയും വക്കാണത്തിൻ്റെ കുറവുന്നത് ഒന്ന് നോട്ട് ചെയ്തോളണം. ഓരോ വഴക്ക് കഴിയുമ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നതിനെക്കുറിച്ച്. അതുകൊണ്ട് കൃഷ്ണൻ്റെയും രാധയുടെയും ചിത്രം വച്ചു എന്ന് പറഞ്ഞിട്ട് യാതൊരു കുഴപ്പമില്ല. അവിടുന്ന് ഈശ്വരാധീനം കിട്ടുമെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊരു കുഴപ്പവും സംഭവിക്കുന്നില്ല. തെറ്റായ ആശയപ്രചരണങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിക്കാൻ നമ്മൾ ഹിന്ദുക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്.